നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറാ, കാല് പൊള്ളിയോ? ഇല്ല, കുഴപ്പമില്ല. ശ്രദ്ധിക്കണ്ടേടാ. സാറേ, ഐ ആം റിയലി സോറി. ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ട് വരാം. വേണ്ട, ചായ ഞാനെടുക്കാം. വേണ്ട, ഞാനെടുത്തോളാം. സ്വന്തം വീട് പോലെ കാണണമെന്നല്ലേ പറഞ്ഞത്. പിന്നെന്താ? ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാല് പെട്ടെന്ന് അടുത്തോളൂ എന്റെ മോള്. മോനെ സാറ് വാ, നമുക്ക് അകത്തേക്ക് പോകാം. വാ. മോളെ, അമ്പലത്തിലേക്ക് ഇതൊടുത്തിറങ്ങണം കേട്ടോ. എന്തിനാ അമ്മേ? എന്ത് കാര്യം ചെയ്താലും അതിങ്ങനെ എന്തിനാ അമ്മേ എന്ന് ചോദിച്ചോണ്ടിരിക്കരുത്. എന്റെ സന്തോഷം കൊണ്ടാ ഞാൻ മോൾക്ക് ഓരോന്ന് വാങ്ങിക്കുന്നത്. നിത്യ, സത്യം പറഞ്ഞ ഇങ്ങനൊരു അമ്മായിയമ്മ കിട്ടിയ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ടത്. എനിക്കെങ്ങനെ ഇങ്ങനെ ഒരാളെ കിട്ടണം. ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും ഞാൻ തീർത്തു കൊടുത്തേനെ. അല്ലാണ്ടി ഒരെണ്ണം എനിക്കും എടുക്കായിരുന്നില്ലേ അമ്പലത്തിൽ വരാൻ? അയ്യോ സോറി മോളെ, ഞാൻ ഒരെണ്ണം പോയി മോൾക്ക് എടുത്തോണ്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ അമ്പലത്തിലേക്കില്ല. അതെന്താ സാറ് വരാത്തെ? എനിക്ക് 1-2 ചെറിയ മീറ്റിംഗ്സ് ഉണ്ട്. നിങ്ങൾ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അതെല്ലാം ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ ഫ്രീയാ. സാരി തരാത്തത് കൊണ്ട് പിണങ്ങിയിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ആന്റി. എനിക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോ സാരിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ നേരെ ആന്റിയുടെ അടുത്തേക്കാ ചെല്ല. അവിടെ പിന്നെ വലിയൊരു കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ പിന്നെ ശരി മോളെ, മോള് പോയി റെഡി ആയിട്ട് വാ. അമ്മയൊന്ന് പോയി തയ്യാറാവാം. ശരി അമ്മേ. അമ്മ നല്ലതാ, അമ്മ ഒരുപാട് നല്ലതാ. നിനക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് പോവാമായിരുന്നില്ലേ? അല്ലമ്മേ, ഈ പൂജ കഴിഞ്ഞ് വന്നിട്ടും ഇവരോട് തന്നെ തങ്ങാനാണോ? പിന്നല്ലാതെ, നാളെ ഡ്രസ് എടുക്കാനും മറ്റും പോകേണ്ടതല്ലേ? അമ്മേ, സംഗതി അയൽവക്ക. സാറ നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. പക്ഷേ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. നിത്യാച്ചനെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറ്റാം. ഇനി നീ ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ല്. രണ്ടുപേർക്കും സാറേ വല്ലാതെ ഇഷ്ടായിട്ടുണ്ട്. എന്തിഷ്ടം? ഒക്കെ വെറുതെ ചുമ്മാ. എടാ നീ ഒന്ന് മിണ്ടാതിരുന്നേ, എന്നിട്ട് പെട്ടെന്ന് വന്ന് ഒരുങ്ങാൻ നോക്ക്. അമ്മേ, ശരിക്കും ഈ പൂജയുടെ സ്വഭാവം എന്താ? സത്യം പറഞ്ഞ എനിക്ക് ഒരു ഐഡിയ ഇല്ല. മുൻപ് തിരുപ്പതി ദേവസ്ഥാനത്തിരുന്ന ഒരു യോഗിയാണ് പൂജ നടത്തുന്നത്. ആചാരങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുന്നമ്മേ? ഇതൊക്കെ നാളെ നീയും ചെയ്യും, നിനക്ക് മക്കള് വരുമ്പോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പം നിനക്ക് മനസ്സിലാവും. ഹലോ, വീണയല്ലേ? അതെ. ഐ ആം കോളിംഗ് ഫ്രം കെയർ അഡ്വർടൈസിംഗ് ഏജൻസി. കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. എന്റെ പേര് കിരൺ. ഞാൻ വീണയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കണ്ടിട്ടാണ് വിളിക്കുന്നത്. എന്താ കാര്യം? വീണ നാളെ ഫ്രീ ആണോ? എനി ഷൂട്ട് ഓർ എനിത്തിങ്? ഇല്ല. അങ്ങനെയാണെങ്കിൽ കെയറിന്റെ ഒരു ആഡ് ചെയ്യാമോ? അതിനെന്താ ചെയ്യാം? എവിടെ പൂജ നടത്താനുള്ള ആളുകളൊക്കെ?
എന്ത് ഭംഗിയല്ലേ അമ്മേ? നിത്യയുടെ കൂടെ ഞാൻ നടന്നു വന്നിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും. എന്താ നളിനി, ഇനി പൂജ മുടക്കാനോ മറ്റോ ഉദ്ദേശമുണ്ടോ? അതെ, ഇവള് വന്ന് ശിവാനന്ദന്റെ എന്നെ കാല് പിടിക്കായിരുന്നു. എന്തൊക്കെയായാലും അനുജത്തിയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയ തെറ്റുകളൊന്നും അല്ലല്ലോ നളിനി കാണിച്ചു കൂട്ടിയത്. അതെല്ലാം വിവരമില്ലായ്മ കൊണ്ടല്ലേ? ഇപ്പൊ വിവരം വെച്ചോ. അതെ, എന്റെ മനസ്സിൽ എത്ര ദുഷ്ടതരങ്ങൾ ഉണ്ടായാലും ശരി, ആങ്ങളമാരെന്ന് വെച്ചാ എനിക്ക് ഭ്രാന്ത. അവരെ വിട്ടു മാറി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നളിനിയുടെ ആങ്ങളമാര് പാവങ്ങളാ. നളിനി എന്ത് കാണിച്ചാലും അവരെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ നളിനിയെ ഞാൻ ഒരകലത്തിലേ നിർത്തി കാണും. ഇതുവരെ കാണിച്ചതുപോലെ എന്തെങ്കിലും ഒന്ന് നളിനിയുടെ ഭാഗത്തു ഇനി ഉണ്ടായ നളിനി ചിലപ്പോ വല്ലാതെ ബുദ്ധിമുട്ടും. നമുക്കങ്ങോട്ട് നടക്കാം, വാ. നളിനി, സുജാത ഒരു കാര്യം ഒരാളോടൊന്ന് കടുപ്പിച്ച് പറഞ്ഞാലേ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ദേ, എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നല്ല കേട്ടോ. സുജാത ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാ അത് ചെയ്തിട്ടേ അടങ്ങും. ദേ, ഈ കല്യാണം നടക്കുന്ന പോലെ. കിട്ടാനുള്ളൊക്കെ കിട്ടിയില്ലേ? നമുക്ക് പോയാലോ അമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.